ഇന്ത്യയിൽ സ്ഫോടനമുണ്ടായി 17 മണിക്കൂറിന് ശേഷമാണ് ഇസ്ലാമാബാദ് വലിയ രീതിയിൽ ഒരു ചാവേർ ആക്രമണത്തിന് വേദിയായത്. ഇസ്ലാമാബാദിലെ കോടതി കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായത്. 12 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭീകരവാദ ആക്രമണമാണ് നടന്നത് എന്ന് സ്ഥിരീകരിക്കാൻ 2 ദിവസത്തെ സമയമെടുത്തു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഭീകരവാദ ആക്രമണം എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതിനു മുൻപ് തന്നെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രകോപനം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അത് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാകുന്നത്. തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി വലിയ രീതിയിൽ ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏത് നിമിഷവും പാക് അഫ്ഗാൻ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കാമെന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ, അതിലും അപ്പുറം നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തങ്ങൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു, കിഴക്കിന്ത്യയോടും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വീമ്പിളക്കലാണ് ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഒരു തരത്തിൽ ഒരു പ്രകോപനം ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രവുമല്ല, ഇന്ത്യയിൽ നടന്ന ആക്രമണത്തെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും അങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ ഖ്വാജ ആസിഫ് ഈ പ്രകോപനപരമായ പരാമർശവും അവകാശവാദവുമായി രംഗത്ത് വരുന്നത് ഒരു അഭിമുഖത്തിലാണ്. ഇന്ത്യക്കെതിരെയും താലിബാനെതിരെയും യുദ്ധം ചെയ്യാൻ തങ്ങളുടെ രാജ്യം പൂർണ്ണമായും സജ്ജമാണ് എന്നതാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. ആദ്യ റൗണ്ടിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു, 2ാം റൗണ്ടിലും ഞങ്ങളെ സഹായിക്കും എന്ന് മുൻപ് നടന്ന ഓപ്പറേഷനുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രകോപനമായി തന്നെ കാണണം. കിഴക്ക് വശത്തുള്ള ഇന്ത്യയോടും പടിഞ്ഞാറുള്ള അഫ്ഗാനെയും പരാമർശിച്ചുകൊണ്ട് ഖ്വാജ ആസിഫ് യുദ്ധപ്രഖ്യാപനം എന്ന നിലയിലാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. നേരത്തെ ഖ്വാജ ആസിഫ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതൊരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച ആക്രമണമാണ് എന്ന രീതിയിൽ വളരെ ചെറുതായി ലഘൂകരിച്ച് പരിഹാസ രൂപേണ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇന്ത്യ ഈ സംഭവത്തെ, സിലിണ്ടർ പൊട്ടിത്തെറിച്ച സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് എന്നതാണ് ഖ്വാജ ആസിഫ് ആരോപിച്ചത്. അപ്പോ ഇനി ഭാവിയിൽ ഇന്ത്യ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന ഒരു പരാമർശം കൂടി ഖ്വാജ ആസിഫ് നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ പരാമർശം ഇപ്പോൾ വലിയ ഒരു പ്രകോപനം എന്ന നിലയിലാണ്, പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകോപനം എന്ന നിലയിലാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഷഹബാസ് ഷെരീഫ് ഈ സ്ഫോടനം ഉണ്ടായതിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ തന്നെ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. 12 പേരാണ് ഇസ്ലാമാബാദിലെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതൊരു ചാവേർ ആക്രമണമായിരുന്നു. ഈ ചാവേർ കോടതിക്കുള്ളിലേക്ക് കടക്കാനും അവിടെ ആക്രമണം നടത്താനും പദ്ധതിയിട്ടിരുന്നതാണ്. പക്ഷേ അത് നടക്കുന്നില്ല. അനിസ്ലാമിക നിയമങ്ങൾ പ്രകാരം വിധികൾ നടപ്പാക്കിയ ജഡ്ജിമാരെയും അഭിഭാഷകരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടാണ് ഈ ചാവേർ എത്തുന്നത്. അപ്പോൾ ഈ കോടതിക്കുള്ളിൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. അതിനുശേഷം അടുത്ത് കണ്ട പോലീസ് വാഹനത്തിലേക്ക് ഈ കാർ ഇടിച്ച് കയറ്റി സ്ഫോടനം സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാരുൾപ്പെടെ 12 പേരാണ് ആ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം തെഹ്രീക്ക് താലിബാൻ ആ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഉടൻ തന്നെ ഏറ്റെടുത്തു. നേരത്തെയും TTP-യുമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഖൈബർ പത്തുൻഖ മേഖലയിൽ ഉൾപ്പെടെ അതിന് തൊട്ടടുത്ത ദിവസം വലിയ ഏറ്റുമുട്ടൽ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സേനയുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അത് പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരുന്നു. വാനയിലെ കേഡറ്റ് കോളേജിലായിരുന്നു തെഹ്രീക്ക് താലിബാൻ ആക്രമണം നടത്തിയത്. അത് ആ ഒരു പ്രശ്നത്തിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിൽ ഈ സ്ഫോടനവും ഉണ്ടാകുന്നത്. തെഹ്രീക്ക് താലിബാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷെ അതിനുശേഷവും അതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രമിച്ചത്.
ഇത് ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അഫ്ഗാൻ താലിബാൻ നടത്തുന്ന സ്ഫോടനം എന്ന നിലയിലാണ് ഷഹബാസ് ഷരീഫ് അതിനെ വിശദീകരിച്ചത്. അഫ്ഗാനെയും ഇന്ത്യയെയും ഒരേ സമയം ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിർത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. പക്ഷേ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിച്ചത്. സ്വന്തം ജനങ്ങളെ തന്നെ പാകിസ്ഥാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന നിലയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിനോട് പ്രതികരിച്ചത്. ലോകത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാം എന്ന ഒരു കാര്യവും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലുണ്ടായ സ്ഫോടനം സിലിണ്ടർ സ്ഫോടനമാണെന്നും അതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിൽ കെട്ടിവെച്ചേക്കാമും എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സ്വീകരിക്കുന്നത്. മാത്രവുമല്ല, തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുകൂടി പറയുന്നത്. നമുക്കറിയാം, പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് ശേഷം ഇനി ഇന്ത്യൻ മണ്ണിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്നത് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടക്കം മാത്രമാണെന്നും അത് അവസാനിച്ചിട്ടില്ല എന്നതും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ വീണ്ടും ഭീകരാക്രമണം നടത്തിയാൽ ഇന്ത്യ അതിന് തിരിച്ചടിക്കും എന്ന് ഉറപ്പുള്ള പാകിസ്ഥാൻ വിരളിപ്പൂണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉത്തരവാദിത്തം തങ്ങളിലേക്ക് തന്നെ എത്തും എന്ന ഭയപ്പാട് മൂലം ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിലാണ് അവിടുത്തെ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ ഭീകര സംഘടന, ഇത് ആസൂത്രണം ചെയ്യപ്പെട്ടത്, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, അതിലേക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് അത് കണ്ടെത്തുന്നതിലേക്ക് തെളിവുകൾ എത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്ത്യയിലെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഭീകരവാദികളെയാണ് ഇത് ഉപയോഗിച്ചതെങ്കിലും ഇതിന്റെ ഗൂഢാലോചന മറ്റ് രാഷ്ട്രങ്ങളിലാണോ നടന്നത് എന്നതിന്റെ സംശയമുണ്ട്. എന്തായാലും പക്വമായ നിലപാടാണ് ഇതിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇത് ഒരു ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിക്കുന്നതിന് പോലും പരിശോധനകൾക്കും തെളിവുകൾക്കും ശേഷമാണ് അത്തരമൊരു നിലപാടെടുത്ത് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴാണ് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുന്നത്. ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനും കൈകഴുകാനും ഉള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഭയക്കുന്നോ എന്നതിന്റെ സൂചനകളായി കൂടി ഈ അഭിപ്രായ പ്രകടനത്തെ കാണണം. എന്തായാലും ഇന്ത്യ ഈ വിഷയത്തിൽ വലിയ കരുതലോടുകൂടിയാണ് മുന്നോട്ടു പോകുന്നത്. ഭീകരവാദത്തിനോട് സന്ധിയില്ല എന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ചായിരിക്കും ഇനി എന്ത് നിലപാട്, നടപടി എന്നതിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തുക.